ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എമർജൻസി ഫസ്റ്റ് റെസ്പോൺസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊച്ചി ഇന്റർഡൈവ് ടീം അംഗങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ പരിശീലന പരിപാടി പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എമർജൻസി ഫസ്റ്റ് റെസ്പോൺസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊച്ചി ഇന്റർഡൈവ് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി. CPR എങ്ങനെ ചെയ്യേണ്ടത്, ഒരാൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പല ജിമ്മുകളിലും പല മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രൈമറി കെയർ, ഒരു ആംബുലൻസ് വരുന്നതിന് മുമ്പ് ആംബുലൻസ് എത്തിക്കുന്നവരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഇന്നലെയും വൈപ്പിളിൽ 10 മഹാരാഷ്ട്ര പഠിക്കുന്ന പിള്ളേരോട്ട് ഒരാൾ മരിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പല പ്രാവശ്യവും പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്, സ്വിമ്മിങ് പഠിക്കുക. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വിമ്മിങ് അറിയാൻ പലത്ത് വെള്ളത്തിൽ ഇറങ്ങല്ലേ പ്ലീസ്. ഇന്റർഡൈവ് ഡയറക്ടറും EFR സ്പെഷ്യലിസ്റ്റുമായ വിൽഫ്രഡ് മാനുവൽ, ഡോക്ടർ ഗാരി വിൽഫ്രഡ്, ഡിക്സൺ C മാനുവൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബീച്ച് ഹെൽത്ത് ക്ലബ് പ്രസിഡന്റ് സാബു അലി, സെക്രട്ടറി നിഷാദ് CB തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നിട്ട് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുത്ത് ആളുകളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം പല സമയങ്ങളിലും പല സിറ്റുവേഷനിലും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ സംഗതികൾ സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികൾക്ക് CPR എങ്ങനെ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് സഡൻലി നമുക്ക് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ടൈമിനുള്ളിൽ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അങ്ങനെ ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.